വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിവിടുന്ന് അടിപൊളി ഒരു ട്രെയിൻ യാത്ര പോകാം കേട്ടോ. ഒരു സീനിക്കായിട്ടുള്ള റൂട്ടാണ് നമ്മൾ പോകുന്നത് സുബ്രഹ്മണ്യ റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ്. ആ സ്റ്റേഷനല്ല എൻ്റെ പ്രത്യേകത, ആ റൂട്ടാണ് എൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ട്രെയിൻ എടുക്കുന്നത് മംഗലാപുരം സെൻട്രലിൽ നിന്നായിരുന്നു. നമ്മൾ ഈ അന്ത്യോദയ്ക്ക് വന്ന് ഇറങ്ങിയതാണ്. ഇവിടെ കണ്ടില്ല, ഇതാണ് അന്ത്യോദയ ഇറങ്ങിയത്. തിരുവനന്തപുരം നോർത്ത് മംഗലാപുരം ജംഗ്ഷൻ അന്ത്യോദയാണ് കിടക്കുന്നത്. നമ്മൾ ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുന്ന് ഫ്രഷപ്പൊക്കെ ആയി നമ്മളിപ്പോൾ സുബ്രഹ്മണ്യ റോഡിലോട്ട് പോകാം കേട്ടോ. മംഗളൂർ സെൻട്രലിൽ നിൽക്കുന്ന ട്രെയിനാണ് സുബ്രഹ്മണ്യ റോഡിലേക്ക് പാസഞ്ചർ. നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് കയറുന്നതാണ് കേട്ടോ. ഇവിടെ പുറത്ത് കഴിക്കാൻ കടയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഈ 2 മാംഗ്ലൂർ ബണ്ണും ഒരു ചായ മേടിച്ചു. മാംഗ്ലൂർ ബണ്ണ് കഴിച്ചാൽ തന്നെ വയറെന്ന് പറയും. ഇപ്പോൾ എല്ലാം കൂടെ 50 രൂപയായിട്ടോ. അങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് അന്ത്യോദയ്ക്ക് വന്ന സമയത്ത് ഈ വണ്ടി അങ്ങോട്ട് മംഗളൂർ സെൻട്രലിലേക്ക് പോകുന്ന കണ്ടായിരുന്നു കേട്ടോ. ഇത് ചെറിയൊരു വണ്ടിയാണ്. അപ്പോൾ അവിടെ നിർത്തത്തുള്ളൂ, അവർ നിർത്തണം. അപ്പോൾ അവിടെ അങ്ങോട്ട് പോയി കയറാം. ഈറോഡ് ഷെഡിഞ്ചർ WP4 ആണ്. 22,370. നമുക്ക് ഏറ്റവും ഫ്രണ്ടിലത്തെ കോച്ചിൽ കയറാം കേട്ടോ. നേരത്തെ വണ്ടി കബക്കപ്പുത്തൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ വരെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്താണ് സുബ്രഹ്മണ്യ റോഡിലേക്ക്. നമുക്കത് ഈ കോച്ചിൽ കയറാം. ആളൊന്നുമില്ല കേട്ടോ. ഇത് മിക്കവാറും കബക്കപ്പുത്തൂരൊക്കെ മിക്കവാറും ഇറങ്ങും. നമ്മുടെ സുബ്രഹ്മണ്യ റോഡിലേക്ക് കുറച്ച് ആൾക്കാരുള്ളൂ ഇതിന് വണ്ടിയിൽ. ഇവിടെ 3 മിനിറ്റ് ആയിരുന്നു നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ്. അതിനുശേഷം നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇത് മെയിനായിട്ടും ഗുഡ്സ് പോകുന്ന ഒരു ഏരിയയാണ്. പിന്നെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ മാറി തൊക്കൂർ എന്നുള്ള സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ കൊങ്കൺ റെയിൽവേ ആണ് കേട്ടോ. നമ്മളിപ്പോഴും പാലക്കാട് ഡിവിഷനിൽ തന്നെ ഉള്ളത്. നമ്മൾ കൊങ്കണിലേക്കല്ല പോകുന്നത്, നമ്മൾ പോകുന്നത് വേറെ റൂട്ടിലേക്കാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ ട്രെയിൻ പോകുന്ന റൂട്ടാണ് പ്രത്യേകത. അപ്പോൾ ഈ റൂട്ടിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കർണാടകൻ ഉൾഗ്രാമങ്ങളിലൂടെ പോകുന്ന ഒരു ട്രെയിനാണ് കേട്ടോ. കണ്ടില്ലേ, ഗ്രാമപ്രദേശമാണ് ചുറ്റും. നല്ല സീനിക്കായിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഇവിടുന്ന് 86 കിലോമീറ്റർ ഉണ്ട് കേട്ടോ സുബ്രഹ്മണ്യ റോഡിലേക്ക്. ഇപ്പോൾ 25 രൂപയാണ് പാസഞ്ചർ ഫെയർ ആണ് കേട്ടോ. നമ്മളേറ്റവും മുമ്പ് സ്ഥലമുള്ളത്. അപ്പോൾ നമുക്ക് ലോക്ക് കാണാം കേട്ടോ. നല്ല ഇല്ലെങ്കിൽ വളഞ്ഞിട്ട് പോകുന്നതാണ്. നമുക്ക് നല്ല അത്യാവശ്യം നല്ല പച്ചപ്പുള്ളൊരു ഏരിയ ആണ് കേട്ടോ അത്. ആ കാണുന്ന നമ്മുടെ കേരളം ഉണ്ടോ, മലനിരകൾ കണ്ടില്ലേ, പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് കാണുന്നത്. നല്ലൊരു പച്ചപ്പുള്ള ഏരിയ ഉണ്ടോ നോക്കി. എന്താ അല്ലേ ഭംഗി നോക്കിയാൽ നിങ്ങൾ. നമ്മുടെ ലോക്കപ്പ് വിളിച്ച് ഭയങ്കര ഹോണടിയാണല്ലോ. ഹോണടിച്ചിങ്ങനെ പറത്തി പോവാട്ടോ. താഴ്ചക്കൂടെ റോഡ് പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക ഗ്രാമത്തിലേക്ക് കയറി. ഇപ്പോഴും സിറ്റിയുടെ ഒരു ഔട്ട്സ്കട്ട്സിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുറത്ത് അത്യാവശ്യം ചൂടുണ്ട്, എന്നാലും ട്രെയിൻ പോകുന്നതിന് കാറ്റടിക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, പാറയൊക്കെ നോക്കി നിങ്ങൾ. മഴക്കാലം ഇവിടെ അതൊക്കെ അത്യാവശ്യം വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങനെ പോവാണ്. ഫരങ്കിപ്പേട്ട് എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്റ്റേഷനുണ്ട് കേട്ടോ. നോക്കിയാൽ പ്ലാറ്റ്ഫോമിലൊക്കെ വളരെ ഹൈറ്റ് കുറവാണ്. സ്റ്റേഷനാണെങ്കിൽ ഒരു ബിൽഡിങ് മര്യാദയ്ക്കും ഇല്ല. ഞാൻ പറഞ്ഞില്ല ഇത് ഗ്രാമപ്രദേശമാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ പയ്യെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് കേട്ടോ. ആ സ്റ്റേഷൻ്റെ ബോർഡൊക്കെ നോക്കി നിങ്ങൾ. ഈ ഒന്നും കാണാനില്ലടോ, എന്താ മങ്ങിയിരിക്കുന്നു ഫുള്ള്. ഈ റൂട്ടിൽ ചെറിയൊരു ഫോറസ്റ്റ് സെക്ഷനോടെ കൂടിയുണ്ട്. അതിപ്പോൾ കുറച്ച് നമ്മൾ എത്തും. ട്രെയിൻ നല്ല പറത്തി അടിച്ച് പോവാം കേട്ടോ. നോക്കി പാസഞ്ചറൊന്നും നോട്ട് കാര്യമില്ല, പറത്തി അടിച്ചാൽ പോകുന്നത്. ഇപ്പോൾ ആ ഒരു ഫോറസ്റ്റ് സെക്ഷനാണ് എൻ്റെ ഈ കാണുന്നത്. എന്താ അല്ലേ, ഇപ്പം ഫുള്ള് ഡ്രൈ ആണ് ഇവിടെ. നോക്കി പച്ചപ്പാണ് ഫുള്ള്. പച്ചപ്പ് ഡ്രൈ ആണെങ്കിൽ അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട്. കരിമ്പനൊക്കെ ഉണ്ടല്ലോ, അടിപൊളി. നമ്മൾ ഈ വണ്ടിയുടെ ആദ്യത്തെ സ്റ്റോപ്പ് ബണ്ടുവാല എന്നൊരു സ്റ്റേഷനിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പയ്യെ പയ്യെ. ഇപ്പോൾ ഈ റൂട്ടുണ്ടല്ലോ, ഇത് ബാംഗ്ലൂർ പോകുന്ന റൂട്ടാണ്. സകലേഷ്പുര ഹാസൻ വഴി. ഇപ്പോൾ ഇതാണ് ബണ്ടുവാല സ്റ്റേഷൻ. അത്യാവശ്യം മേജറായിട്ടുള്ള സ്റ്റേഷനുണ്ട് ഈ റൂട്ടിൽ. അപ്പോൾ നമ്മുടെ ചെറിയൊരു ട്രെയിനല്ലേ, അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നത് മിക്കവാറും സ്റ്റേഷൻ്റെ. നമുക്ക് നോക്കാം.
കണ്ടില്ല, നല്ല വൃത്തിയുള്ള സ്റ്റേഷനാണ് കേട്ടോ. അങ്ങനെ മോശമൊന്നുമില്ല, നോക്കി നല്ല വൃത്തിയുണ്ട് ഇവിടെ. പ്ലാറ്റ്ഫോം 1 കേട്ടോ ഇത്. ഈ ഭാഗത്തൊന്നും ആരുമില്ല, ഫ്രണ്ടിൽ മിക്കവാറും ആൾക്കാരുണ്ടാകത്തുള്ളൂ. കാരണം ഇത് ചെറിയ കോച്ചുകൾ വെച്ച് ഓടുന്ന വണ്ടിയല്ലേ. ഇപ്പോൾ ഫ്രണ്ടിലായിരിക്കും ആൾക്കാരുണ്ടാവും കയറാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഈയിടെ ഓപ്പണായ ഒരു റിഫ്രഷ്മെൻറ്റ് റൂമൊക്കെ കാണാം. അത് ഇപ്പോൾ ഇവിടെ വർക്കിംഗ് അല്ല, ഓൾസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഡെക്കറേഷനൊക്കെ കണ്ടില്ലേ. അപ്പോൾ നല്ല വൃത്തിയുള്ള സ്റ്റേഷനാണ്. ഈ ഭാഗത്ത് അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ വണ്ടിയിൽ കയറാനായിട്ട്. ഇവിടെ നിന്നൊന്നും ഫുള്ളാവുന്നില്ല, വണ്ടി വന്നാലും ഫുള്ളായിട്ട് ഓടില്ല. കാരണം ഇത് കുറച്ച് ദൂരവും അത് എല്ലാവരും നിർത്തി പോകുന്നുണ്ട്. ആൾക്കാർ ഇറങ്ങാൻ കയറുകയൊക്കെ ചെയ്യും. ഫുള്ളായിട്ട് അങ്ങനെ ഓടില്ലേ വണ്ടി. ഇത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമാണ്. അപ്പുറത്തെ പ്ലാറ്റ്ഫോം വൃത്തിയുണ്ട്, പക്ഷെ അവിടെ ഒന്നും ആരുമില്ല. കാരണം നമ്മുടെ ബണ്ടുവാലും നമ്മളിങ്ങനെ പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഈ റൂട്ട് സിംഗിൾ ലൈൻ റൂട്ടാണത്. അപ്പോൾ ക്രോസിംഗ് ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ നിർത്തത്തുള്ളൂ. അത് അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ് ബണ്ടുവാല. ഇപ്പോൾ ഉണ്ടല്ലോ ട്രാക്കുണ്ട്, ആ ട്രാക്കെല്ലാം മറിച്ചായിട്ട് ഒറ്റ ട്രാക്കാവും ഇനി. നമ്മൾ മംഗലാപുരത്തേക്ക് കയറിയത് നേത്രാവതിപ്പുഴ ക്രോസ് ചെയ്താണ്. നമ്മളിപ്പോൾ രണ്ടാമത് നേത്രാവതിപ്പുഴ ക്രോസ് ചെയ്യാൻ പോകണം കേട്ടോ. നല്ല വലിയൊരു പാലമാണത്. ഇപ്പോൾ നേരത്തെ നല്ല ചൂടായിരുന്നു, ഇപ്പോൾ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. എന്നാലും നോക്കി ഭംഗിയാണ്, നല്ല ഫ്രെയിമാണ് കേട്ടോ. നോക്കി ഇത് അത്യാവശ്യം വലിയൊരു പാലമാണ്. ഈ ഭാഗത്ത് കുറച്ച് വീടുകളൊക്കെ കാണാം. ഇത് റിമോട്ട് ഏരിയ ആണ് കേട്ടോ. കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. പച്ചപ്പാണ് ഇവിടുത്തെ മെയിൻ, സത്യം പറഞ്ഞാൽ. നമ്മളിപ്പോൾ നേരാലക്കട്ട എന്നുള്ള സ്റ്റേഷനാണിത്. ഇങ്ങോട്ടേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒറ്റ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ, ഈ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റേഷൻ്റെ അതിന് മരങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേഷൻ്റെ ഏരിയയൊക്കെ അത്യാവശ്യം നല്ല പച്ചപ്പുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് ഇവിടെ നല്ല മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണാം. സ്റ്റേഷൻ്റെ ബിൽഡിങ്ങൊക്കെ ചെറുതായിരിക്കും, ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റേഷനാണ്. ഇതുപോലത്തെ പാസഞ്ചർ വണ്ടികൾ മാത്രം നിർത്തുന്ന സ്റ്റേഷനാണ് അതൊക്കെ. സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നല്ല പച്ചപ്പുണ്ട്, കുഴപ്പമില്ല. തണൽ വെള്ളങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. സ്റ്റേഷൻ്റെ ബിൽഡിങ് വരുന്നത് ആ ഭാഗത്താണ് കേട്ടോ. ഇതാണ് സ്റ്റേഷൻ്റെ എന്താ പറയുക ടിക്കറ്റ് കൗണ്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് ആ ഭാഗത്താണ് വരുന്നത്. ഇവിടെ നിന്ന് ആരും കയറാനില്ല, ഇവിടെ ആരെങ്കിലും ഇറങ്ങാനൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കാം. ഇവിടെ ഒരു പുള്ളി നിൽപ്പുണ്ട്, ചിലപ്പോൾ ഇതിൽ കയറിയിരിക്കും, എനിക്കറിയില്ല. അതാണ് ചെറിയൊരു സ്റ്റേഷനാണ്. നമ്മളായിട്ട് മുമ്പിലല്ല നിർത്തത്തുള്ളൂ. ആ സ്റ്റേഷന് മറ്റൊരു ഭാഗമാണ് കാണുന്നത്. പ്ലാറ്റ്ഫോം ഒന്നുമില്ല, അവിടെ ഇഷ്ടംപോലെ തെങ്ങുന്നുണ്ട്. അവിടെ വീടൊക്കെ കാണാം, തെങ്ങും തോപ്പൊക്കെ കാണാം കേട്ടോ ആ ഭാഗത്ത്. നമ്മളങ്ങനെ ഓൺ ടൈമിൽ കബകപ്പുത്തൂർ എന്നൊരു സ്റ്റേഷനുണ്ട്. ഈ റൂട്ടിൽ മേജറായിട്ടുള്ള സ്റ്റേഷനാണിത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്, കബകപ്പുത്തൂർ. വണ്ടി മംഗളൂരു സെൻട്രലിൽ നിന്ന് കബകപ്പുത്തൂർ വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ പാസഞ്ചർ. പിന്നെ അത് സുബ്രഹ്മണ്യ റോഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നു. സ്റ്റേഷൻ നല്ല പച്ചപ്പുള്ളൊരു സ്റ്റേഷനാണല്ലോ. മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണല്ലോ. നോക്കി എന്താ ഭംഗിയാ നോക്കി. എൻ്റെ പൊന്നോ,
നമ്മൾ നേരിട്ട് കാണുമ്പോൾ കഴിഞ്ഞാൽ ഭംഗി മനസ്സിലാകത്തുള്ളൂ. മൊത്തം മരങ്ങളാണ് പ്ലാറ്റ്ഫോമിൽ. ഓ, ഇവിടെ ഒരു സ്റ്റേഷനൊരു ഭംഗി അടിപൊളിയാണ് കേട്ടോ. സ്റ്റേഷൻ്റെ ഒരു FOB പിന്നെ ടിക്കറ്റ് കൗണ്ടറും ഒരു ബിൽഡിംഗ് വരുന്ന ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്താ പറയുക, അത്യാവശ്യം ആൾക്കാരോടെ കയറാനുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫുഡൊക്കെ മേടിക്കണമെങ്കിൽ ഈ റൂട്ടിൽ ഈ ഒരു സ്റ്റേഷനാണ് ഏറ്റവും വലുത്. ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് അവിടെ, ആ ഒരു ഭാഗത്താണ് ഫുഡുള്ള. എനിക്ക് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വണ്ടിയിൽ കയറാനായിട്ട്. നേരത്തെ നമ്മുടെ വണ്ടി ഫുള്ളൊന്നും ആവില്ല, വണ്ടിയിൽ ഇന്നലെ സീറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ഫുഡ് കോർട്ടുണ്ട്, ചെറിയൊരു ഫുഡ് കോർട്ടുണ്ട്. നമ്മളേറ്റവും മുമ്പിലല്ലേ കൊണ്ട് നിർത്തത്തുള്ളൂ. കമ്പകപ്പുത്തൂർ നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദൂരം ഇറങ്ങി കേട്ടോ. ഇപ്പോൾ കുറച്ച് ദൂരം ഇറങ്ങി കുറച്ച് ദൂരം ഒന്ന് കയറി, അങ്ങനെയാണ്. സ്റ്റേഷൻ ഈ ഭാഗത്തൊന്നും വലിയ മരങ്ങളൊന്നുമില്ല. നമ്മളെ വന്ന ഭാഗത്താണ് ആദ്യം പുറകുവശത്താണ് കൂടുതലും മരങ്ങളൊക്കെ ഉള്ളത്. ഇത് മഴക്കാലത്ത് മണ്ണിടിച്ചുള്ള റൂട്ടാണ്. അപ്പോൾ ഇവിടെ റീറ്റെയിനിങ് മാളിലെ വർക്കൊക്കെ ഇവിടെ കണ്ടില്ലേ, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഭാഗത്ത് വരെ മരങ്ങളുണ്ടാവും, ചില ഭാഗത്ത് തന്നെ കുറ്റിക്കാടുണ്ടാവും. അങ്ങനെയാണ് റൂട്ടിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല കുറ്റിക്കാടുകൾ പോലെയാണ് ചെറിയ തോതിൽ. അപ്പോൾ ഇതൊക്കെ ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് കേട്ടോ. ഗ്രാമത്തിൻ്റെ റിമോട്ട് ഏരിയകളിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, ലെവൽ ക്രോസ് ഉണ്ടല്ലോ ഇവിടത്തേക്ക്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നല്ല കൃഷിയുണ്ട്, പിന്നെ ഒരു ഗ്രൗണ്ടാണ്. ഇത് തെങ്ങും തോപ്പുണ്ടോ, വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. എന്നാലും പച്ചപ്പാണ് ഈ ഏരിയ, വീടുകളൊക്കെ ഉണ്ട്, വേറെ കാര്യം. നമ്മളിപ്പോൾ നരിമൊഗരു എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ് കേട്ടോ. അത് ചെറിയൊരു സ്റ്റേഷനാണ്. ഇത് 2 പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. മറ്റേ നേരത്തെ ഉള്ള സ്റ്റേഷൻസ് പോലെയല്ല. ഇപ്പോൾ നരിമൊഗരു എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇത് ഒരു പാസഞ്ചർ വണ്ടികൾ നിർത്തുന്ന സ്റ്റേഷനാണ് കേട്ടോ. ഇതൊക്കെ ആ ഭാഗത്തൊന്നും ഷെൽട്ടറേ ഇല്ല. ഓക്കെ, ആ ഭാഗത്തൊന്നും മരങ്ങളും ഇല്ല, അത് വേറെ കാര്യം. നേരത്തെ സ്റ്റേഷനിൽ ഷെൽട്ടറിൽ മരങ്ങളെങ്കിലും ഉണ്ടായിരുന്നു, ഇവിടെ മരങ്ങളും ഇല്ല പ്ലാറ്റ്ഫോമിൽ. ഓക്കെ, ഇവിടുന്നൊക്കെ ട്രെയിൻ കയറുന്ന അവസ്ഥ എന്താ വെച്ചേക്ക്. ഇപ്പോൾ സ്റ്റേഷനൊരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഭാഗം വരുന്നത് ഇവിടെ കേട്ടോ. ഓക്കെ, ചെറിയൊരു സ്റ്റേഷനാണിത്. ഈ ഭാഗത്തൊക്കെ മരങ്ങളുണ്ട് കേട്ടോ. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഒട്ടും മരങ്ങളില്ലാത്ത സ്റ്റേഷൻ്റെ ബിൽഡിങ് വരുന്നത്. ഇവിടെ സിഗ്നലിംഗ് ഒന്നും ഇല്ല കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. ഈ റൂട്ടിൽ മംഗളൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ മറ്റേ നോർമൽ സിഗ്നലിംഗ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. സുബ്രഹ്മണ്യ റോഡാണ്. അതിലേക്ക് മാനുവൽ സിഗ്നലിംഗ് കേട്ടോ. ഓക്കെ, കാട് ഇവിടുന്ന് കൊടി വീസാണ്, പച്ചക്കൊടി വീസാണ്. വണ്ടി ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെടും കേട്ടോ. ആ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് ഒരുപാട് കണ്ടോടാ ഈ ബോർഡ് വരുന്നത്. നോക്കി, അയ്യോ എന്താ പറയുക, ഇതൊരു ഇടവഴിയൊക്കെ കാണാം കേട്ടോ. നോക്കി, ഇതൊക്കെ റിമോട്ട് ഏരിയ ആണ്, അതിൻ്റെ അകത്തൊക്കെ വീടുകളുണ്ടാവും. ഗൗരി റിവറാണ് കേട്ടോ അത്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, വറ്റി വരണ്ടിങ്ങനെ കിടക്കുക. നോക്കി, ആ ഭാഗത്തൊക്കെ റോഡൊക്കെ കാണാമല്ലോ, വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഉള്ളിലോട്ട് കയറിയാണ്. ഇവിടെ ഡ്രെയിനേജിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട്, റീറ്റെയിനിങ് വാളിൻ്റെയും. അപ്പോൾ നമ്മൾ നേരത്തെ വരുന്ന വഴിക്ക് നമ്മളിത് കണ്ടിരുന്നു. അപ്പോൾ ഈ ഭാഗത്തും അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ വീടുകളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ വീടുകളൊക്കെ ഉണ്ട് ഈ സൈഡിൽ.
പക്ഷെ കുറച്ച് വീടുകളുള്ളൂ. എന്തോ വീടോ എന്തോ ഗോഡൗണെന്നാണ്. എനിക്ക് പഴയ കാലത്ത് ഇതൊക്കെ കേട്ടോ, ഓടിട്ട വീടൊക്കെ കാണാമല്ലോ. ഇവിടെയൊക്കെ ഡ്രൈ ആ ഫുള്ള്, ഉണങ്ങി വരണ്ട് കിടക്കുക. നമ്മളിപ്പോൾ കണിയൂർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. കണിയൂർ വെച്ച് പാസഞ്ചർ ട്രെയിനുകൾ മാത്രം തുറന്ന ഒരു സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ എത്തിയിട്ട് കുറച്ച് നേരമായി. ആ ഭാഗത്തൊക്കെ റോഡൊക്കെ കാണാം. ഇത് റോഡിനോട് ചേർന്നാണ്. ചില സ്റ്റേഷനൊക്കെ ഉള്ളിലോട്ട് കയറിയാണ്ടുള്ളത്. ഇവിടെ 1 മിനിറ്റ് ആയിരുന്നു സ്റ്റോപ്പ്. അതിനുശേഷം വണ്ടി പുറപ്പെട്ടു. ഇപ്പോൾ ഇവിടെ ഷെൽട്ടറോ കാര്യങ്ങളൊന്നുമില്ല. നോക്കിയാൽ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ എടമംഗലം എന്നുള്ള സ്റ്റേഷനാണ് കേട്ടോ. ആ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റോപ്പില്ല. അതിനോട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഷൻ്റെ ബിൽഡിംഗ് ഫുള്ള് പൊളിച്ച് ഇവിടെ ഒറ്റ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളായിരുന്നു. ഈ ഒരു സൈഡിൽ ഫുള്ള് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുമാരധാര എന്നുണ്ട് റിവറിൻ്റെ പേര്. അപ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. ആ ഭാഗത്തൊക്കെ നല്ല പച്ചപ്പുണ്ട്. ഒരു വഴിയും കാണാം നമുക്ക് കയറിപ്പോകുന്നത്. കൊടിമ്പാല എന്നുള്ള സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടേക്ക് ഒറ്റ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. പ്ലാറ്റ്ഫോമിനെ നിറച്ച് മരവും ഷെൽട്ടറിൻ്റെ ആവശ്യമില്ല. നല്ല തണൽ മരങ്ങളുണ്ട്. പക്ഷേ മഴ പെയ്യാത്ത നമ്മൾ ചെറിയൊരു പ്രശ്നം വരിക. ഭംഗിയായിരിക്കും, പക്ഷേ വെള്ളം വീഴുമല്ലോ. വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുക കേട്ടോ, കൊടിമ്പാലയിൽ നിന്ന്. ഇപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഉണ്ട്. ഒരു സ്റ്റോപ്പ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ സുബ്രഹ്മണ്യ റോഡ് എത്തും കേട്ടോ. ബജാക്കര എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് കേട്ടോ. അവിടെ വണ്ടി എത്തി. വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഇവിടെയൊക്കെ ഒരു സൈഡിൽ മാത്രമേ പ്ലാറ്റ്ഫോം ഉള്ളൂ. ഷെൽട്ടറോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു സ്റ്റേഷനാണ് കേട്ടോ. ബജാക്കര റിവറുണ്ട്. സ്റ്റേഷൻ കഴിഞ്ഞുകൊണ്ടൊരു ബജാക്കര റിവറായി. ഇപ്പോൾ വേനൽക്കാലമല്ലേ, വെള്ളം കുറവായിരിക്കും. നമുക്ക് നോക്കാം. വറ്റി കിടക്കണ്ടോ, കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. തോട് പോലെയായി. ഇത് റിമോട്ട് ഏരിയ ആണ്. കുറച്ച് ഭാഗം ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ. ഫോറസ്റ്റ് ക്രോസ് ചെയ്ത് നമ്മൾ സുബ്രഹ്മണ്യ റോഡ് എത്തുക. സുബ്രഹ്മണ്യ റോഡും ഒരു സൈഡ് ഫോറസ്റ്റാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോഡൊക്കെ കാണാം സൈഡിൽ. പിന്നെ നമ്മൾ ഫോറസ്റ്റ് സെക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റിൽ നമ്മൾ സുബ്രഹ്മണ്യ റോഡ് എത്തും കേട്ടോ. ഇതൊക്കെ വനപ്രദേശമാണ്. ഉള്ളിലേക്ക് കയറിയാണല്ലോ സുബ്രഹ്മണ്യ റോഡ് ഇരിക്കുന്നത്. മഴക്കാലത്താണ് ഭംഗിയാവുന്നത്. നല്ല ഭംഗിയായിരിക്കും സൈഡിലേക്ക് കാണാനായിട്ട്. നമ്മളിങ്ങനെ എത്താറുണ്ട്. സുബ്രഹ്മണ്യ റോഡ് ഏകദേശം ഒരു 10 കിലോമീറ്റർ താഴെ ഉള്ളൂ. ഇനി മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് 86 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളിപ്പോൾ സുബ്രഹ്മണ്യ റോഡ് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ലോക്ക് അടക്കുന്നുണ്ട്, ഡീസൽ ലോക്കോ. എന്താ ലുക്ക് നോക്കിയാൽ WDG 6D ആണ് കേട്ടോ. ഏത് ഷെഡിൻ്റെയാണത്? ഇത് ഇവിടുത്തെയാണ് കേട്ടോ. ഇവിടുത്തെ മൈസൂർ ഷെഡിൻ്റെയാണത്, ഡീസൽ ഷെഡിൻ്റെ. ഇതാണ് സുബ്രഹ്മണ്യ റോഡ് സ്റ്റേഷൻ. ഇത് അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ് റൂട്ടിൽ. ഇവിടെ ഏതൊരു ഫ്രൈറ്റ് കിടപ്പുണ്ട്. ഫ്രൈറ്റ് കൊണ്ടുവന്ന വാഗൺ കൊണ്ടുവന്ന സംഭവം കിടപ്പുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനിലൊക്കെ. അപ്പോൾ ഈ സുബ്രഹ്മണ്യ റോഡിൽ വെച്ചിട്ടുണ്ട് ഈ സകലേഷ്പൂർ കയറ്റം കയറി പോകുന്ന വണ്ടികൾക്ക് ഈ ബാങ്കറിലൊക്കെ അറ്റാച്ച് ചെയ്യുന്നത്. നമ്മൾ വന്ന വണ്ടിയാണ്. നമ്മളതിൽ തന്നെ തിരിച്ചു പോകും. അത് 1:45 പുറപ്പെടും തിരിച്ച്. നമ്മളവിടെ നിൽക്കുകയാണ്. ഇവിടെ വലിയ ഫ്ലൈറ്റ് കിടപ്പുണ്ട്. അങ്ങോട്ടേക്കാണ് സകലേഷ്പുര, ഹാസന, മൈസൂർ റൂട്ട്, ബാംഗ്ലൂർ റൂട്ട് വരുന്നത്. ഈ സമയത്ത് തിരിച്ചു പോകാനും വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ വൈകിട്ട് സമയത്ത് തിരക്കുണ്ടാവും കേട്ടോ. മംഗളൂരിൽ നിന്ന് സുബ്രഹ്മണ്യ റോഡ് വരെയുള്ള ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു.
അത് സത്യം പറഞ്ഞാൽ ഇത് വില്ലേജ് ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ ഒരു ട്രെയിൻ റൂട്ടാണ്. ഇത് പച്ചപ്പുണ്ട്. നമുക്ക് സകലേശ്വരയ്ക്ക് ഈ സമയത്ത് ട്രെയിൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, വേറെ അതില്ല, നമുക്ക് വേറെ ദിവസം വരേണ്ടി വരും. ഓക്കെ, അത് വരാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു കാണുമ്പോഴേക്കും ഓക്കെ, ബൈ.